MTN News, Malayalam Television Network. Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alameen. Wa usalli wa usallimu ala nabiyil mab'uthi rahmatan lil alameen. Muhammadin wa alihi wa sahbi ajma'in. Rabbi shrah li sadri wa yassir li amri. Wahlul 'uqdatan min lisani yafqahu qawli. Allahumma rabbi zidna ilma യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ മതമാകുന്ന ഇസ്ലാം സമ്പത്തിൻ്റെ വിനിയോഗവും അതിൻ്റെ സമ്പാദ്യവും എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് അറിയൽ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഇസ്ലാം എന്ന് പറയുന്നത് കേവലം നമസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും മാത്രമല്ല. ഇസ്ലാമിക ശരീഅത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന്, അഥവാ ഇസ്ലാമിക മത നിയമങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് മനുഷ്യൻ്റെ സമ്പത്ത് സംരക്ഷണമാണ്. ധനം എന്നതിന് മാൽ എന്നാണ് അറബിയിൽ പറയുക. ധനത്തിനെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ആത്യന്തികമായി അടിസ്ഥാനപരമായി അത് സൃഷ്ടാവിൻ്റേതാണ്. ഖുർആൻ പല സ്ഥലങ്ങളിലും അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ധനം എന്നാണ് പറയുന്നത്. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കണമെന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി സമ്പത്ത് സൃഷ്ടാവിൻ്റേതാണ്. എന്നാൽ ഓരോരുത്തർക്കും ഏറ്റ വ്യത്യാസത്തിനനുസരിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല അത് നൽകുകയുണ്ടായി. അത് നൽകുന്നതും നൽകാതിരിക്കുന്നതും കൂടുതൽ നൽകുന്നതും കുറച്ച് നൽകുന്നതുമൊക്കെ ഒരു പരീക്ഷണം തന്നെയാണ്. ഇന്നമ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, തീർച്ചയായും നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളുമൊക്കെ പരീക്ഷണത്തിനാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇവിടെ ഇസ്ലാമിക ചരിത്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ രാജാക്കന്മാരായിരുന്ന പ്രവാചകന്മാരെ കാണാൻ സാധിക്കും. സുലൈമാൻ നബിയും ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും രാജാക്കന്മാരും പ്രവാചകന്മാരുമായിരുന്നു. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അധികാരത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലെത്തുകയുണ്ടായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ പ്രവാചകനും മദീനയിലെ ഭരണാധികാരിയുമായിരുന്നു. ആ ചരിത്രമൊക്കെ നമുക്ക് അറിയിച്ചു തരുന്നത് ഇസ്ലാമിൽ ഇത്ര മാത്രമേ സമ്പാദിക്കാൻ പറ്റൂ, അതിനപ്പുറം സമ്പാദിക്കൽ നിഷിദ്ധമാണ് എന്ന കാഴ്ചപ്പാട് തിരുത്തുകയാണ്. മറിച്ച് ഒരു മനുഷ്യന് എത്ര വേണമെങ്കിലും സമ്പാദിക്കാം. അബൂബക്കർ സിദ്ദീഖ് വലിയ പണക്കാരനായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വലിയ ധനികനായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ധനാഢ്യനായിരുന്നു. താബിഈങ്ങളുടെയും താബിഈങ്ങളുടെയും ഒക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇമാം ബുഖാരിയെപ്പോലെ പണ്ഡിതന്മാരും പണക്കാരുമായിരുന്ന ആളുകളെ നിരവധി ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. മാത്രമല്ല, പണം സമ്പാദിക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഹജ്ജിനെ കുറിച്ച് സൂറത്ത് അൽ ബഖറയിലൂടെ പറയുമ്പോൾ വലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗു ഫദ്ലൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ മുഖ്യ അജണ്ട ഹജ്ജാണെങ്കിലും അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങൾ നിങ്ങൾ തേടുന്നതിന് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. വെള്ളിയാഴ്ച
ജുമഅ കഴിഞ്ഞാൽ ഫന്തശിറു ഫിൽ അർളി വബ്തഗു മിൻ ഫളില്ലാ, ഭൂമിയിൽ നിങ്ങൾ വ്യാപിക്കുകയും അള്ളാഹുവിൻ്റെ ഔദാര്യം അന്വേഷിക്കുകയും ചെയ്യുക എന്നാണ്. പക്ഷെ എത്ര വേണമെങ്കിലും പണം സമ്പാദിക്കാം എന്ന് പറയുമ്പോൾ ചില നിബന്ധനകൾ ഇസ്ലാം അവിടെ കൃത്യമായി അവതരിപ്പിക്കുന്നു. അതിലൊന്ന്, എങ്ങനെയും സമ്പാദിക്കാം എന്ന കാഴ്ചപ്പാട് ഇസ്ലാമിലില്ല. മറിച്ച് തൻ്റെ സമ്പാദ്യം 100% അനുവദിക്കപ്പെട്ടതായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ഇൻകം, വരുമാനം ഹലാൽ, അനുവദനീയമായിരിക്കണം. 2, താൻ നിർബന്ധമായി ചിലവഴിക്കേണ്ട ചില അവസ്ഥകളുണ്ട്, ചില ആളുകളുണ്ട്. നാം ചിലവിന് കൊടുക്കേണ്ട മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ എന്നിങ്ങനെയുള്ള ആളുകൾക്ക് നിർബന്ധമായും അതിൽ നിന്നും ചിലവഴിക്കണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിർബന്ധമായും ചെലവഴിക്കേണ്ട സക്കാത്ത് കൊടുത്തുവിട്ടണം. അതേപോലെ ഐച്ഛികമായി കൊടുക്കേണ്ട ദാനധർമ്മങ്ങൾ അത് പ്രോത്സാഹനം നൽകണം. മൂന്നാമതായി, താൻ ചിലവഴിക്കുന്നത് ഒരിക്കലും ധൂർത്തിനോ അഹങ്കാരത്തിനോ പൊങ്ങച്ചത്തിനോ നിഷിദ്ധമായ മാർഗത്തിലോ അല്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഈ നിബന്ധനകൾ ഒത്തിണങ്ങി ഒരു മനുഷ്യന് എത്ര വേണമെങ്കിലും സമ്പാദിക്കാം എന്നാണ് ഇസ്ലാം പറയുന്നത്. ഇസ്ലാമിനെ പോലെ മനുഷ്യരെ, ജന്തുജാലങ്ങളെ സഹായിക്കുന്ന, അവർക്ക് വേണ്ട സഹായ ഹസ്തങ്ങൾ നൽകുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതവും ഇല്ല എന്ന് കാണാൻ സാധിക്കും. ദാനധർമ്മങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയിൽ മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുന്ന ആളുകളുടെ ഉദാഹരണം ഒരു ധാന്യത്തെ പോലെയാണ്. അതിൽ നിന്നും 7 കതിരുകളുണ്ടായി, ഓരോ കതിരിലും 100 ധാന്യങ്ങളുണ്ടായി, ഇതുപോലെയാണ് എന്നാണ്. അപ്പോൾ സമ്പാദ്യം അനുവദിക്കപ്പെട്ട മാർഗമാണെങ്കിൽ എങ്ങനെയുമാകാം, ഏത് മാർഗവും വിനിയോഗിക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള പ്രവാചകന്മാരെല്ലാവരും തന്നെ ആടുകളെ മേയ്ച്ചിരുന്നു എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവടം ചെയ്തിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനായിരുന്നു. ഇമാം ബുഖാരി കച്ചവടക്കാരനായിരുന്നു. കൃഷിയെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. അന്ത്യനാൾ നിലവിൽ വരുന്നു എന്നറിഞ്ഞാൽ പോലും തൻ്റെ കയ്യിൽ ഒരു ധാന്യമുണ്ടെങ്കിൽ കുഴിച്ചിടണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ സമ്പാദ്യത്തിൻ്റെ മാർഗങ്ങൾ വിശാലമാണ്. കച്ചവടം ഏതെല്ലാമാണ് അനുവദിക്കപ്പെട്ടത് എന്ന് പറയുന്നതിലപ്പുറം ഇസ്ലാമിന് പറയാൻ ഉള്ളത് കച്ചവടത്തിൻ്റെ അടിസ്ഥാനം ഹലാലാണ്, അഥവാ എല്ലാ കച്ചവടവും അനുവദനീയമാണ്. ചില കച്ചവടങ്ങൾ, വിരലിലെണ്ണാവുന്ന ചില കച്ചവട മാർഗങ്ങൾ മാത്രമേ നിഷിദ്ധമുള്ളൂ. അത് ഒന്നുകിൽ ഇസ്ലാം വിരോധിച്ച ഹറാമാക്കിയ വസ്തുക്കളുടെ വിൽപ്പനയാണ്, അല്ലെങ്കിൽ പലിശയും പലിശക്ക് സമാനമായ മാർഗങ്ങളുമാണ്, അല്ലെങ്കിൽ ചൂതാട്ടവും ചൂതാട്ടത്തിന് സമാനമായ മാർഗങ്ങളാണ്, അല്ലെങ്കിൽ കച്ചവടത്തിൽ വഞ്ചനയും ചതിയുമുണ്ടെങ്കിൽ അത്തരം മാർഗങ്ങളാണ്. ഇങ്ങനെയുള്ള ഏതാനും ചില കച്ചവട മാർഗങ്ങൾ മാറ്റി നിർത്തിയാൽ കച്ചവടം പരിപൂർണമായും അനുവദനീയമാണ്. അപ്പോൾ വരുമാനത്തിൻ്റെ മാർഗങ്ങൾ നിരവധിയാണ്. കോടാനകോടി മനുഷ്യരുണ്ടായിരുന്നാലും ശരി, അവർക്കെല്ലാം സമ്പാദിക്കുവാനുള്ള പലതരത്തിലുള്ള മാർഗങ്ങൾ കാരുണ്യവാനായ പ്രപഞ്ച സൃഷ്ടാവ് ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ആ മാർഗങ്ങളിലൂടെ എല്ലാം സമ്പാദിച്ചു കൊണ്ടുവരിക. വിനിയോഗത്തെക്കുറിച്ച് പറയുന്നത്, നിഷിദ്ധമായ മാർഗത്തിൽ ഒരിക്കലും സമ്പത്ത് വിനിയോഗിച്ചുകൂടാ. അവൻ അധ്വാനിച്ചായിരുന്നാലും ശരി,
വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയെടുത്ത പണമായിരുന്നാലും ശരി, ആത്യന്തികമായി ധനം രക്ഷിതാവിൻ്റേതാണെങ്കിൽ അവൻ പറഞ്ഞ മാർഗത്തിലൂടെയും അവൻ ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെയും മാത്രമേ ചിലവഴിക്കാവൂ. അതുകൊണ്ട് തന്നെ ചില രംഗങ്ങൾ ഇസ്ലാം വരുമാനത്തിൻ്റെ മാർഗങ്ങളാകട്ടെ വിനിയോഗത്തിൻ്റെ മാർഗങ്ങളാകട്ടെ അത് ഇസ്ലാം നിഷിദ്ധമാക്കി. പിടിച്ചുപറിയും, കവർച്ചയും, മോഷണവും, പലിശയും, അപ്രകാരം തന്നെ കൈക്കൂലിയും, ചതിയും വഞ്ചനയും, മറ്റുള്ളവരുടെ ധനം കവർന്നെടുക്കലും എല്ലാം ഇസ്ലാം നിഷിദ്ധമാക്കി. അതിൽ പലതും വൻ പാപങ്ങളാണ്. അതിൽ പലതും ഒരു ഇസ്ലാമിക ഗവൺമെൻറ് ഉണ്ട് എങ്കിൽ ഇവിടെ വെച്ച് തന്നെ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന മാർഗങ്ങളാണ്. സഹോദരങ്ങളെ, വിനിയോഗിക്കുന്ന മാർഗവും അങ്ങനെ തന്നെയാണ്. നിഷിദ്ധമായ മാർഗത്തിൽ ഒരിക്കലും ചെലവഴിച്ചുകൂടാ. പൊങ്ങച്ചവും അഹങ്കാരവും ധൂർത്തും ഇസ്ലാം കർശനമായി നിരോധിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തുബദ്ദിർ തബ്ദീറ, ദുർവിനിയോഗം നടത്താൻ പാടില്ല. അനുവദിക്കപ്പെട്ട മാർഗത്തിലല്ലാതെ ചിലവഴിക്കുന്ന ചെറുതോ വലുതോ ആയ കാശ് അതെല്ലാം തബ്ദീറാണ്. പ്രപഞ്ച സൃഷ്ടാവിന് ഇഷ്ടമില്ലാത്ത വഴിയാണ്. വല്ലദീന ഇദ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ, ചിലവഴിക്കുമ്പോൾ പറ്റേ കെട്ടിപ്പൂട്ടി വെച്ച് പിശുക്കനാവുകയുമില്ല, അതോടൊപ്പം തന്നെ ധൂർത്തിൻ്റെ ഉടമയുമല്ല. വക്കാന ബൈന ദാലിക ഖവാമ, ഒരു മധ്യമ മാർഗം അവൻ സ്വീകരിക്കുമെന്നാണ്. അപ്പം ഈ രൂപത്തിലാണ് സമ്പത്ത് ചിലവഴിക്കേണ്ടത്. സക്കാത്ത് നിർബന്ധമായും കൊടുത്തിരിക്കണം. തൻ്റെ സമ്പത്തിൻ്റെ വിഹിതത്തിൽപ്പെട്ട സക്കാത്ത് എന്നുള്ള സത്യത്തിൽ അവൻ്റെ സമ്പത്തല്ല, അവകാശികൾക്ക് ലഭിക്കേണ്ടതാണ്. സദഖ, ഐച്ഛികദാനം ഇസ്ലാം അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്നു. അതേപോലെ തന്നെ വഖഫ് ഇസ്ലാം അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്നു. അത് മത സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല, സർവ്വ മനുഷ്യർക്കും, ജന്തുജാലങ്ങൾക്ക്, രോഗികൾക്ക് എല്ലാം വഖഫിൻ്റെ വഴികൾ ഇസ്ലാം തുറന്നു തരികയാണ്. അവ ചെലവഴിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മാർഗത്തിലൂടെയാണ്. ഒരു കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂല ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഒരാളുടെയും കാൽപ്പാടുകൾ മുന്നിലേക്ക് എടുത്തു വെക്കാൻ സാധിക്കുന്നതേ അല്ല. അതിൽ ചില ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാതെ, ആ ചോദ്യങ്ങളിൽ 5 ചോദ്യങ്ങളിൽ 2 ചോദ്യം സമ്പത്തിനെ കുറിച്ചാണ്. വഅൻ മാലിഹി മിൻ ഐന ഇക്തസബ, നിൻ്റെ പണം എങ്ങനെ ചെലവഴിച്ചു. അൻ മാലിഹി മിൻ ഐന ഇക്തസബ, നിൻ്റെ സമ്പാദ്യം അത് എവിടെ നിന്നാണ് നീ സമ്പാദിച്ചത്, നിൻ്റെ പണം എവിടെ നിന്ന് സമ്പാദിച്ചു. വരുമാനത്തിൻ്റെ സ്രോതസ്സ് അത് റബ്ബിന് തൃപ്തിപ്പെട്ട മാർഗത്തിലാണോ എന്ന് കൃത്യമായ ചോദ്യമുണ്ടാകും. അന്ത്യനാൾ ഒരാൾക്കും ഒരാളെയും സഹായിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആ ഒരു ഓർമ്മ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ വഫീമ അൻഫഖ, ഏതെല്ലാം വഴിയിലൂടെയാണ് ചിലവഴിച്ചത് എന്നത് നല്ല രൂപത്തിൽ മറുപടി പറയേണ്ടതാണ് എന്ന ബോധ്യമുണ്ടായിരിക്കണം. സഹോദരങ്ങളെ, നാം ഒരു വയറിന് വേണ്ടി സമ്പാദ്യം നിഷിദ്ധമായി സ്വീകരിക്കുകയാണ് എങ്കിൽ, വരുമാനം നിഷിദ്ധമായ രൂപത്തിലാണ് നാം കണ്ടെത്തുന്നത് എങ്കിൽ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, അന്ത്യനാളിൽ പാപ്പരായ മനുഷ്യനായിരിക്കും. മുഫ്ലിസായ പാപ്പരായ മനുഷ്യനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, മറ്റുള്ളവരുടെ ധനം കവർന്നവനാണവൻ എന്നാണ് പറയുന്നത്. അവൻ്റെ സൽക്കർമ്മങ്ങളെല്ലാം ആരുടെ ധനമാണോ കവർന്നത് അവർക്ക് നൽകുമെന്ന് റസൂലുള്ളാഹി പറയുന്നു. ഒരിക്കലും നിഷിദ്ധ സമ്പാദ്യവുമായി ജീവിക്കുന്ന മനുഷ്യൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവൻ്റെ ശരീരത്തിന് ഏറ്റവും അർഹമായത് നരകാഗ്നിയാണ് എന്നാണ്.
അപ്പോൾ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ധനത്തിൻ്റെ സമ്പാദനവും വിനിയോഗവും കൃത്യമായി അറിയുക. പ്രപഞ്ച സൃഷ്ടാവ് ഓരോ സെക്കൻഡിലും മനുഷ്യന് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടേ ഇരിക്കുന്നുവെങ്കിൽ എവിടെയാണോ റബ്ബിൻ്റെ ഔദാര്യങ്ങളുള്ളത് അത് കണ്ടെത്തി നല്ല രൂപത്തിൽ സമ്പാദിച്ച് നല്ല രൂപത്തിൽ വിനിയോഗിച്ച് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട അടിമകളാകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാട്ടെ. ആദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. MTN News, Malayalam Television Network.